മലയാള സിനിമയിൽ എന്താണ് നടക്കുന്നത്? പുറത്തുനിന്ന് നോക്കുന്ന പ്രേക്ഷകന് കാര്യമായി ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ തീരെ നിഷ്കളങ്കമല്ലാത്ത ചിലത് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. നിർമ്മാതാക്കളുടെ സംഘടന ലാഭനഷ്ട കണക്ക് പുറത്തുവിട്ടു തുടങ്ങിയപ്പോൾ ചില സംശയങ്ങളും ചർച്ചകളും ഉയർന്നിരുന്നു. ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം എന്തെന്നതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി. വിവാദങ്ങളും മറുപടികളും മറുവാദങ്ങളും വന്നു. സാധാരണക്കാർക്ക് അപ്പോഴും കാര്യമായി ഒന്നും തിരിഞ്ഞില്ല. അതെല്ലാം ഒന്ന് തണുത്തപ്പോഴാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത് അടുത്തൊരു വിവാദത്തിന് തീപിടിപ്പിച്ചത്. ഏതോ ഒരു നടനെതിരെ ലിസ്റ്റിൻ വാലും തലയുമില്ലാത്ത ഒരു ആരോപണം പറഞ്ഞു കുടുങ്ങി. ഇതിന് പിന്നാലെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നടത്തിയ തുറന്നെഴുത്ത് വിവാദത്തെ വേറൊരു തലത്തിൽ എത്തിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് മലയാള സിനിമ പിടിക്കാൻ പണമെത്തുന്നത്? തിയേറ്റർ കളക്ഷൻ കണക്ക് നിരത്തിയ സിനിമകൾ നഷ്ടമെന്നും ലാഭമെന്നും കാണിക്കുന്നതിൽ ആർക്കെല്ലാമാണ് ലാഭം? ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ്. എന്താണ് മലയാള സിനിമാ വ്യവസായത്തിൽ ചൂടുപിടിക്കുന്ന ഈ വിവാദം? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പേരെടുത്തു പറയാതെ പ്രമുഖ നടനെതിരെ നടത്തിയ ഭീഷണിയും ആരോപണവുമായിരുന്നു ഏറെ നാളായി തുടരുന്ന മലയാള സിനിമാ വിവാദത്തിലെ പുതിയ അധ്യായം. എല്ലാ നടന്മാരെയും ഇരുട്ടിൽ നിർത്തിയ ലിസ്റ്റിന്റെ നടപടിക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ്. ഒരു പടി കൂടി കടന്ന മലയാള സിനിമയിൽ ലിസ്റ്റിൻ നടപ്പാക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളുടെ ചിത്രം കൂടി സാന്ദ്ര തുറന്നെഴുതി. ലിസ്റ്റിന്റെ പരാമർശം സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. സിനിമാ പ്രചാരണ തന്ത്രമെന്ന തിയറി മുതൽ ലിസ്റ്റിന്റെ നിക്ഷിപ്ത താല്പര്യം വരെ ചർച്ചയായി. നിവിൻ പോളി ആരാധകർ രൂക്ഷ വിമർശനം ഉയർത്തി. അതോടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അയഞ്ഞു. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായാലും വിവാദം വേഗം കെട്ടടങ്ങില്ലെന്ന മട്ടിലാണ് കാര്യങ്ങൾ വികസിക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഗുരുതര ആരോപണവുമായാണ്, വേണമെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരമൊക്കെയുള്ള ഒരു ആരോപണവുമായാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയത്. പേര് വെളിപ്പെടുത്താത്ത പ്രമുഖ നടനെതിരെയായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം. മലയാളത്തിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തി എന്നായിരുന്നു ആരോപണം. നടൻ ചെയ്ത തെറ്റ് തുടരരുത്, വലിയ പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കും എന്നുമായിരുന്നു ഭീഷണി. താൻ പറയുന്നത് എന്താണെന്ന് ആ താരത്തിന് മനസ്സിലാകുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞു. ആ നടൻ നിവിൻ പോളിയാണ് എന്നാണ് പിന്നീട് അഭ്യൂഹം പരന്നത്. നിർമ്മാതാവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഈ അഭ്യൂഹം ഉയർന്നത്. ലിസ്റ്റിൻ പറഞ്ഞ നടൻ നിവിൻ പോളിയാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നു. ലിസ്റ്റിന്റെ പുതിയ ചിത്രം ബേബി ഗേളിലെ നായകൻ നിവിൻ പോളിയാണ്. വിമർശനത്തിന് കാരണം ഷെഡ്യൂളിനിടെ മറ്റൊരു ചിത്രത്തിന്റെ ഭാഗമായതാണ് എന്ന വിവരം കൂടി വന്നു. ലിസ്റ്റിൻ ഒറ്റുകാരനാണെന്ന് സാന്ദ്ര തോമസിന്റെ നിലപാട് പിന്നീട് കണ്ടു. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത്. മലയാള സിനിമാ വ്യവസായത്തെ ഒറ്റുകൊടുക്കുന്ന മഹാപാപം ലിസ്റ്റിൻ ചെയ്യരുത്. തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരുടെ താല്പര്യങ്ങൾക്ക് വഴിവെട്ടാൻ നിന്നുകൊടുക്കരുത്. മലയാള സിനിമ ലിസ്റ്റിന്റെ കയ്യിലാക്കാൻ സംസ്ഥാനത്തിന് പുറത്തെ കള്ളപ്പണ ലോബിക്ക് താല്പര്യമുണ്ട്. നടനെതിരെ ലിസ്റ്റിന്റെ ഭീഷണി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള സംശയമുണ്ട് എന്നും സാന്ദ്ര പറയുന്നു. ലിസ്റ്റിൻ സ്വയം തിരുത്തണം, മലയാള സിനിമാ വ്യവസായത്തിന്റെ നന്മയ്ക്കായി നിലകൊള്ളണമെന്നും സാന്ദ്ര പറയുന്നു. ഈ ലാഭനഷ്ട കണക്കിന് പിന്നിൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് പുറത്തുവിടുന്നത് ഗൂഢതന്ത്രമാണ് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. മലയാള സിനിമ നഷ്ടമെന്ന് വരുത്തി തീർത്ത് നിർമ്മാതാക്കളെ അകറ്റാനുള്ള ശ്രമം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരിലേക്ക് മലയാള സിനിമാ വ്യവസായത്തെ എത്തിക്കും. സിനിമാ സംഘടനകളുടെ നേതൃത്വം മൗനം പാലിക്കുന്നതിൽ ദുഃഖമുണ്ട് എന്നുമാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവനയുടെ മാനങ്ങൾ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയ മുന്നോട്ട് പോയി. ലിസ്റ്റിൻ്റേത് ഭീഷണിയുടെ സ്വരമാണ് എന്നുള്ള വിമർശനം ശക്തമാവുകയും ചെയ്തു. പുതിയ ചിത്രത്തിന്റെ പ്രചാരണത്തിന് ചൂണ്ടിക്കാട്ടിയും നിരവധി പോസ്റ്റുകൾ വന്നു. നിവിനെ സംശയമുനയിൽ നിർത്തിയതിനെതിരെ വിമർശനവുമായി ആരാധകരും രംഗത്തെത്തി. ദിലീപിന്റെ സിനിമാ പ്രഖ്യാപനത്തിനിടെ നടത്തിയ താക്കീത് നിഷ്കളങ്കമല്ല എന്ന വാദമാണ് ഉയർന്നത്. അതോടെ ലിസ്റ്റിൻ ഒരു ചുവട് പിന്നോട്ട് പോയി. താൻ വിമർശിച്ച നടൻ നിവിൻ പോളിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ലിസ്റ്റിൻ പറഞ്ഞത്. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും ആ നടനും ടീമിലുള്ളവർക്കും അറിയാം. നടന്റെ പേര് പറഞ്ഞാൽ ഫാൻസ് ആക്രമിക്കും. നിർമ്മാതാവിന് ഫാൻസ് ഇല്ല. സാന്ദ്രയ്ക്ക് കുശുമ്പാണ്, മറുപടി പറയാത്തത് സ്ത്രീ എന്ന പരിഗണനയിലാണ് എന്നുമാണ് ലിസ്റ്റിൻ പറഞ്ഞത്. ഈ കണക്ക് നിരത്തൽ ഏഭ്യത്തരമാണ് എന്നുള്ള പ്രഖ്യാപനം ഇതിനിടയ്ക്ക് വന്നു. പ്രതിമാസ ലാഭനഷ്ട കണക്ക് നിരത്തലിനെതിരെ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിളയാണ് രംഗത്തെത്തിയത്. രഹസ്യ സ്വഭാവമുള്ള കണക്കുകൾ പുറത്തുവിടാൻ ഇവരെ ആരാണ് ഏൽപ്പിച്ചത് എന്നാണ് ചോദ്യം ചോദിച്ചത്. ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നതല്ല സിനിമാ നിർമ്മാണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. കണക്ക് പുറത്തുവിടൽ അബദ്ധജടിലമായ വരട്ടു തത്വവാദ പ്രക്രിയയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നിർമ്മാണ രംഗത്തേക്ക് എത്തുന്ന സംരംഭകരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ലക്ഷ്യം. വെടക്കാക്കി തനിക്കാക്കുന്ന പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം തന്നെ തകരും എന്നും സന്തോഷ് ടി കുരുവിള പറയുന്നു. സനീഷ്, എന്തായാലും മലയാള സിനിമയിൽ
പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി തുടരുകയാണ്. ഇതിൽ കുറെ കൂടി വെളിച്ചം വീശുന്ന തലത്തിലേക്ക്, ഇത് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ ഈ തർക്കവും വിവാദങ്ങളും വന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ഹർഷൻ, ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-ൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലെ തന്നെ മുകൾ തട്ടിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ഈ സിനിമയിലാണെങ്കിലും. സന്തോഷ് ടി കുരുവിളയുടെ ഡയലോഗ് ഉണ്ടല്ലോ, വാദമാണെന്നൊക്കെ ഉള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും രാഷ്ട്രീയ പ്രക്രിയക്കകത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം ഈ സിനിമാക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണ് എന്നത് ഒരുപക്ഷെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാലും ഒരുപാട് വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആകത്തുകയിൽ നിൽക്കുക. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്നത് നിവിൻ പോളിയെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്. അത് പക്ഷേ ഞാൻ അത് പറയുന്നില്ല, താരങ്ങൾ എന്നെ ആക്രമിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചെങ്കിലും ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ട് ഈ നിവിൻ പോളിയുടെ കാര്യം ആ അർത്ഥത്തിൽ തമാശയോടെ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ തമാശയോടെയും കുറച്ച് ഗൗരവത്തോടെയും കാണേണ്ട ഒരു കാര്യമാണ്. അതായത് നിവിൻ പോളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനടന്മാരിൽ ഒരാളാണ്. ഇങ്ങനെ സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാലേ അങ്ങനെ ചെയ്യുന്നൊരു നടൻ വേറെയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമ വന്നിട്ട് കുറേ കാലം എല്ലാം ഇപ്പോഴും ഓരോ സിനിമയൊക്കെ അനൗൺസ് ചെയ്യും, പക്ഷേ ഈ പറയുന്ന സിനിമ കാണാനില്ല. ഇപ്പോൾ കഴിഞ്ഞ ആക്ഷൻ ഹീറോ ബിജു വലിയ ഹിറ്റായ സിനിമയാണല്ലോ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. 50 ദിവസം അഭിനയിച്ചിട്ട് നിർത്തി, സിനിമ പാതി വെച്ച് നിന്നു. രാജാവ് 3 ദിവസം അഭിനയിച്ചു നിന്നു. ബേബി ഗേൾ 2 ദിവസം അഭിനയിച്ചു നിന്നു. ഡോൾഫി ദിനേശൻ 10 ദിവസം അഭിനയിച്ചു നിന്നു. താരം എന്നോ മറ്റോ പേരുള്ളൊരു സിനിമ നോർത്ത് ഇന്ത്യയിൽ 3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തി. അപ്പോൾ ഈ സിനിമകളെല്ലാം പോയിട്ട് 2-3 ദിവസം അഭിനയിക്കുക, പിൻവാങ്ങുക എന്നത് ഇദ്ദേഹം ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന അഭിപ്രായം സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസർമാർക്ക് ആകെയുണ്ട്, പല ആളുകൾക്കുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫനോട് ബുദ്ധിമുട്ടുള്ള പ്രൊഡ്യൂസർമാർ വേറെയുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് വന്ന് പറയുമ്പോൾ നിശബ്ദമായിട്ടാണെങ്കിലും നിവിൻ പോളിക്ക് ഈ ഒരു വിമർശനം ആവശ്യമാണെന്ന് വിചാരിക്കുന്ന വലിയൊരു നിര പ്രൊഡ്യൂസർമാരും ഇൻഡസ്ട്രിക്കകത്ത് മറ്റു വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യുവ സംവിധായകരടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പടവുമായിട്ട് വരിക. സ്റ്റാർഡുള്ള ആളാണല്ലോ, പക്ഷേ ഇദ്ദേഹം നേരെ മര്യാദക്ക് ഈ പടത്തിൽ അഭിനയിക്കുകയില്ല എന്ന നില സംജാതമായിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സാധാരണ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ 15 വർഷമായിട്ട് ഇവിടെയുണ്ട്. നമുക്കറിയില്ല കേട്ടോ, ഇത് പൂർണ്ണമായിട്ട് നമുക്കിതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്കറിയില്ല. നടൻ ദിലീപ് കൂടെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ദിലീപിൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇദ്ദേഹം. ആ ദിലീപിൻ്റെ പടത്തിൻ്റെ എന്തോ സംസാരത്തിലാണ് ഈ കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലേയേഴ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ടാകും. പക്ഷേ എന്നാലും ഇദ്ദേഹം ലിസ്റ്റിൻ സ്റ്റീഫൻ വളരെ ചെറുപ്രായത്തിൽ സിനിമാ നിർമ്മാതാവായിട്ട് വന്നയാളാണ്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതുവരെ വന്നിട്ട് ഏതെങ്കിലും താരങ്ങളെ പറ്റിയിട്ട് വല്ല കുറ്റവും പറഞ്ഞോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും താരങ്ങൾ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല. ഇതും പേരൊന്നും പറയാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു താരത്തിനെതിരെ അടിച്ചാലും ആളുകൾ കേൾക്കും, കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും സംഗതി എന്ന ധൈര്യം വന്നപ്പോഴായിരിക്കും ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഉള്ള ഒരു താരമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ മലയാള സിനിമയിലുള്ളൂ. സിനിമകൾ കമ്മിറ്റ് ചെയ്യുക, സിനിമകൾ അഭിനയിക്കാൻ വേണ്ടി വരിക, പക്ഷേ സിനിമ 2-3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് അടുത്ത പടത്തിലേക്ക് പോവുക എന്ന കാര്യം ചെയ്യുന്ന ഒരു നടനേ ഉള്ളൂ. അത് ഇങ്ങനെ ഈ നിലയ്ക്ക് ഇപ്പോൾ സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞാൽ നായകത്വം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് വരുന്നതാണോ സിനിമയിൽ? എത്ര കഷ്ടപ്പെട്ട ഒരാൾ അവിടെ എത്തുന്നതല്ലേ, എത്രമാത്രം പിന്നീടും കഷ്ടപ്പെടണം. എന്നിട്ടും ഇത്ര നല്ല സ്റ്റാർഡം കയ്യിൽ കിട്ടിയിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞത് അത് ധൂർത്തടിച്ച് കളയുക എന്നതാണ് എന്ന് തോന്നുന്നു. 7 കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്ത സിനിമ പോലും പൂർത്തിയാക്കുന്നില്ല എന്ന ആക്ഷേപമാണ്. എന്നാൽ 1 മാസം 3 പടം വീതമൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നൊക്കെ ആളുകൾ പറയുന്നു. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം ഹർഷ. അതായത് ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ എത്രമാത്രം പ്രൊഫഷണൽസ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞ ഈ താരത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരുടെ കാലത്ത് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട്, മെഗാ സ്റ്റാർ ആയതുകൊണ്ട്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ടവറിംഗ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് മോഹൻലാലിനെ കുറ്റം പറയാനൊന്നും ആരും നിൽക്കില്ല എന്ന് തന്നെ വെക്കുക. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യുന്ന ഈ ടെക്നീഷ്യന്മാരൊക്കെ പറയുന്നത് ഇദ്ദേഹമൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് സഹകരിക്കുന്നത്, ഏത് സമയത്തും നിൽക്കും. പനിയുള്ളപ്പോൾ പോലും സ്റ്റണ്ട് രംഗത്ത് ഇങ്ങനെ ഈ കുത്തിമറിഞ്ഞ് ചാടുന്നതൊക്കെ പനിയുള്ള സമയത്താണ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസം ഈ ചില നടന്മാർ കാണിക്കുന്നില്ല എന്ന പരാതി അന്തരീക്ഷത്തിലാകെ നിൽക്കെ ഈ പറയുന്ന ലഹരി, കള്ളുകുടി, മറ്റ് പ്രശ്നങ്ങൾ ഒക്കെ ചെയ്യുന്നു എന്ന ആക്ഷേപം ഈ ചെറുപ്പക്കാർക്കെതിരെ ആകപ്പാടെ വരുമ്പോൾ, ഇത്തരം ഒരു ആക്ഷേപം ചെറുപ്പക്കാരനെ ഒരു നിർമ്മാതാവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ താരങ്ങളോട്, പുതിയ ചെറുപ്പക്കാരുടെ ആറ്റിറ്റ്യൂഡിനോട് ദേഷ്യമുള്ള നിർമ്മാതാക്കൾ ഈ പറയുന്നതാണ്, അവരെ സഹിക്കാത്ത ചില നിർമ്മാതാക്കൾ പറയുന്നതാണെന്ന് തോന്നലാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. ദൂരെ നിന്ന് കാര്യങ്ങൾ കാണുന്ന ആൾക്കുണ്ടാവുക. ഇപ്പോൾ ചില നടിമാർ സെറ്റിൽ കാലിന്മേൽ കാലെടുത്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് നോവൽ വായിച്ചിരുന്നു എന്നതുകൊണ്ട് നിർമ്മാതാവിന്, പ്രായം ചെന്ന നിർമ്മാതാവിന് ദേഷ്യം വന്നു എന്ന മറ്റുള്ള കഥകളൊക്കെ നമ്മൾ അവിടെ നിന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഇവർ പ്രൊഫഷണലിസം ഇല്ലാത്തതുകൊണ്ട്
നിശ്ചയമായിട്ടും ഞാനിത് പറഞ്ഞാൽ എന്നെ എതിർക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എന്നെ അനുകൂലിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക എന്നൊരു തോന്നൽ കൊണ്ടാണ് ഈ ലിസ്റ്റർ സ്റ്റീഫൻ ഇത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന. ഒറ്റ കാര്യം കൂടെ പറയാം. ഇതിനുശേഷം ഈ ആരാധകരുടെ ഈ സൈബർ ആക്രമണത്തിനകത്ത് വന്നൊരു കഥ, ഈ സിനിമയുടെ സെറ്റിൽ വെച്ചെന്തോ കഞ്ചാവ് മറ്റോ പിടിച്ചു എന്നും, അപ്പോൾ കഞ്ചാവ് പിടിച്ച സെറ്റിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ധീരതയോടെ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ്. അതൊക്കെ ചുമ്മാ ഈ പറയുന്ന ഒന്നുകിൽ പെയ്ഡ് സൈബർ പരിപാടികളായിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ആളുകൾ ഈ സിനിമയെ പറ്റി പറയുന്നതായിരിക്കും. ഈ പെയ്ഡ് സൈബർ പോരാളികളുണ്ട്, സൈബർ ഫാൻസ് ഉണ്ട് എന്ന കാര്യവും ഒരു വസ്തുതയാണ്. അതിപ്പോൾ ലിസ്റ്റിനും ആകാം. അത് നമുക്കങ്ങനെ ഒരു നിർമ്മാതാവാണ് സിനിമാ മേഖലയിൽ, ഏത് സമഗ്ര മേഖലയിലും പിടിമുറുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സിനിമാ നിർമ്മാതാവായി തന്നെ വേണം ലിസ്റ്റിനെ കൂടി കാണാൻ. കാരണം അത് ഒരേ സമയം തിയേറ്ററുകൾ ആരംഭിക്കുന്നു, ഒരേ സമയം സിനിമകൾ ധാരാളം ചെയ്യുന്നു, എല്ലാ തരത്തിലും സിനിമാ മേഖലയിൽ ഇടപെടുന്നു, ദിലീപ് അടക്കമുള്ളവരെ പാർട്ട്നേഴ്സ് ആക്കുന്നു, അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് ഉദ്ദേശിച്ചത് ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ ലിസ്റ്റിനും കഴിയുന്ന കാര്യങ്ങളാണ്. സനീഷ് പറഞ്ഞു നിർത്തിയത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടാനുള്ള ശേഷി ലിസ്റ്റിൻ സ്റ്റീഫനും ഉണ്ട്. കാരണം ഇത്രയും കേരളത്തിൽ ഏറ്റവും സജീവമായി സിനിമയുടെ പ്രചാരണം നടത്താൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത സംവിധാനം കൈ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വേറൊരു കാര്യമുണ്ട്, സാന്ദ്രയെയും ഈ സന്തോഷ് ടി കുരുവിളെയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ അവരുടെ നിലപാടുകളും ഇതിനകത്ത്. കാരണം ലിസ്റ്റിൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് ഒരു കാരണവശാലും കരുതാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ കരിയറിൽ എല്ലാ സിനിമാ നടന്മാരും, അതിനോട് ഞാൻ സനീഷിനോട് വിയോജിക്കുകയാണ് കേട്ടോ, എല്ലാ സിനിമാ നടന്മാരും ഒറ്റയച്ചിൽ വാർത്ത പോലെ ഒരിക്കലും വരില്ല. ആർട്ടിസ്റ്റുകളാണ്, അവരുടേതായ സ്വഭാവ സവിശേഷതകൾ കാണും. ചിലർ നന്നായി ഭക്ഷണം കഴിക്കുന്നവരോ, ചിലർ നന്നായി മദ്യപിക്കുന്നവരോ ഒക്കെ കാണും. അവർ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കലയിൽ അവർ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ പ്രൊഫഷണലിസം കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് ചർച്ച ചെയ്ത് പോകേണ്ടതുമാണ്, അത് പരിഹരിച്ചു പോകേണ്ടതാണ്, അത് അവർ തന്നെ വിചാരിക്കണം അതിനകത്ത്. പക്ഷേ നിവിൻ പോളിയുടെ കാര്യം എടുത്താൽ മികച്ച സിനിമകളിൽ, കലാമൂല്യമുള്ള സിനിമകളിൽ ഒക്കെ അഭിനയിക്കാൻ തയ്യാറാവുകയും അതിൻ്റെ നിർമ്മാണത്തിൽ ഭാഗമാക്കുകയും ഒക്കെ ചെയ്തയാളാണ്. പല സിനിമകളും നിവിന് സംഭവിച്ചത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ചില സിനിമകൾ വലിയ തകർച്ചയിലേക്ക് പോയി. നിവിൻ്റെ സിനിമകൾ, ആ സിനിമകളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടുണ്ടല്ലോ, ആ തത്രപ്പാടിൽ വല്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന നടന്മാരെ ഒരു നല്ല താരത്തെ എനിക്ക് അടിമയായി കിട്ടിയെന്നുള്ള മനോഭാവത്തോടെ നിർമ്മാതാവ് സമീപിച്ചാലും പ്രശ്നമുണ്ട്. അതിവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ അത് അന്വേഷിക്കേണ്ടതുണ്ട്. ആ രീതി കൈകാര്യം ചെയ്താൽ സ്വാഭാവികമായും അതിനോട് താരങ്ങൾ പ്രതികരിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഞാനും കരുതുന്നത്. ഞാനൊന്നും എതിർക്കുന്നില്ല. പറഞ്ഞ പോലെ മോൾ തട്ടിലുള്ളതായിരിക്കില്ല ചിലപ്പോൾ താഴെയുള്ളത്, എനിക്കറിയില്ല. തീർച്ചയായും അത് മാത്രമല്ല, കാരണം ഇത്രയും കോടികളുടെ ഒരു മേഖലയാണ് മലയാള സിനിമ മേഖല. അതിനെ ഇങ്ങനെ നിസ്സാരമായി എല്ലാ ദിവസത്തെയും, അതായത് ഏറ്റവും പ്രൊഫഷണൽ അല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിർമ്മാതാക്കൾ കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സംവിധാനത്തെ മൊത്തത്തിൽ തകർക്കാനുള്ള ഇടപെടൽ പോലെയേ ഈ കണക്കുകൾ പുറത്തുവിടുന്ന ഈ അഭ്യാസത്തെ നമുക്ക് കാണാനാവൂ എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. ഇത് എൻ്റെ ഒരു തോന്നലാണ്, നമുക്കറിയില്ല, സത്യം എന്താണെന്ന് കാത്തിരിക്കാം. കോടതി വിധിക്കും വരെ ദിലീപിനെ കുറ്റക്കാരനായി കാണില്ലെന്ന് പൊതുവേദിയിൽ പ്രഖ്യാപിച്ച ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ആ നീതിബോധം ഇപ്പോഴത്തെ വിവാദത്തിൽ ഉണ്ടായില്ല. ഒരു നടനെ പേരെടുത്ത് പറയാതെ സൂചനകളിലൂടെ കുറ്റക്കാരനെന്ന് മുദ്രയടിച്ച് പൊതുചർച്ചയ്ക്ക് എറിഞ്ഞുകൊടുത്തു. ആരാണതെന്ന് നേരെ പറയാത്തത് കൊണ്ട് മലയാള സിനിമയിലെ ഒട്ടേറെ നടന്മാർ ആ സമയത്ത് ആദ്യഘട്ടത്തിൽ സംശയത്തിൻ്റെ നിഴലിനുമായി. നിർമ്മാതാക്കളുടെ സംഘടനയിൽ, ഫിലിം ചേംബറിലൊക്കെ അംഗത്വവും സ്വാതന്ത്ര്യവും സ്വാധീനവും ഉള്ളയാളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഏറെക്കാലമായി വ്യവസായത്തിൽ നിലനിൽക്കുന്നയാളെന്ന നിലയിൽ വ്യവസ്ഥാപിത ഫോറങ്ങളിൽ പറയുന്ന അഭിപ്രായത്തിന് വില കിട്ടുന്നയാളാണ് അദ്ദേഹം. അത് ചെയ്തില്ല. പകരം പൊതുവേദിയിൽ മുനവച്ച ധ്വനികളും ഊഹാപോഹങ്ങളും പറഞ്ഞ് പുകമുറയുണ്ടാക്കി. ലിസ്റ്റിനോട് ഏതെങ്കിലും നടൻ അനീതി ചെയ്തെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തേണ്ടിയിരുന്ന ആരോപണത്തെ ഒരു പറ്റം ആളുകളിലേക്ക് സംശയത്തിന്റെ മുന ചെന്ന് തറയ്ക്കും വിധം ചിതറിച്ചു. സാന്ദ്ര തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. സാന്ദ്രയ്ക്ക് കുശുമ്പും നിരാശയുമാണെന്നും സ്ത്രീ ആയതുകൊണ്ട് മറുപടിയില്ലെന്നുമുള്ള സ്ത്രീവിരുദ്ധ സമീപനം മതിയാകില്ല അതിനെ മറികടക്കാൻ. അതിനൊപ്പം നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്ന കണക്കുകളുടെ ചെമ്പ് തെളിയണമെന്നും RDX കരുതുന്നു. നിർമ്മാതാക്കളും താരങ്ങളും മാത്രമല്ല, ആയിരക്കണക്കായ കുടുംബങ്ങൾ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. മലയാള സിനിമ രൂപപരമായും കലാപരമായും അതിശയകരമായി മാറുന്ന ആ നല്ല മാറ്റത്തിന് പ്രേക്ഷക പ്രീതിയും കിട്ടുന്ന ഈ സമയത്ത് ഈ തരം വിവാദം ആർക്ക് ഗുണപ്പെടുമെന്ന് എല്ലാവരും ചിന്തിക്കട്ടെ. RDX ഒരു ഇടവേളയിലേക്ക്.